SIR പൊതുവെ വലിയ ആശങ്ക എല്ലാവരും പ്രകടിപ്പിച്ചിരുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം തന്നെ ഇത് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൂടി സർക്കാർ സുപ്രീം കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യയിൽ സുപ്രീം കോടതിയിൽ SIRമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്ത ഏക സർക്കാർ കേരളത്തിലെ സർക്കാരാണ്. അതിനടിസ്ഥാനത്തിൽ നമുക്കന്ന് 2 ആഴ്ച നീട്ടിക്കിട്ടി. പിന്നീട് സുപ്രീം കോടതി കമ്മീഷനോട് ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാൻ പറഞ്ഞിരുന്നെങ്കിലും ആ പരിഗണന കിട്ടിയിരുന്നില്ല. അതിനുശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തി. അതോടൊപ്പം കരട് വോട്ടർ പട്ടികയിൽ ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റും പ്രത്യേകം തന്നെ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഒഴിവാക്കപ്പെട്ട ആളുകളെ പിന്നീട് ഫോറം 6 പ്രകാരം, പ്രവാസികളാണെങ്കിൽ 6A പ്രകാരം വീണ്ടും പുതുതായി വോട്ടർമാരാക്കി മാറ്റുന്ന പ്രക്രിയയിൽ കേന്ദ്രീകരിക്കുക എന്നതാണ് എല്ലാവരും കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗൗരവമായി വന്നിട്ടുള്ള കാര്യം, സംസ്ഥാനത്താകെ നോക്കുകയാണെങ്കിൽ ഏകദേശം 19,32,000 പേര് കരട് വോട്ടർ പട്ടികയിൽ ഇടം കിട്ടിയ ആളുകൾ തന്നെ നോൺ മാപ്പിംഗ് കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കരട് വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാവും, പക്ഷേ നോൺ മാപ്പിംഗ് ആണ്. നോൺ മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാച്ച് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ 2002 വോട്ടർ പട്ടികയും അതേ സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ നേരത്തെ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടുത്തെ പിതാവ് മാതാവ് ആരാണ് വോട്ടർ പട്ടികയിലുള്ളത് ആ ഡീറ്റെയിൽസ് കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ശരിയായ രൂപത്തിലല്ലാതെ വരുന്ന ഇതെല്ലാം മാച്ച് ചെയ്യാതെ പോയിട്ടുണ്ടാവും. തിരിച്ച് കിട്ടിയത് കൊണ്ട് വോട്ടർ പട്ടികയിൽ ഇടം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആളുകൾ വോട്ടർ പട്ടിക നോക്കുമ്പോൾ ഞങ്ങളുടെ പേരുണ്ട് എന്ന് കരുതിയിരിക്കും. പക്ഷേ അവസാനത്തെ വോട്ടർ പട്ടിക വരുമ്പോൾ ഈ നോൺ മാപ്പിംഗ് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ രേഖകൾ സമർപ്പിച്ച് ഹിയറിങ്ങിന് ഹാജരായില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല. എറണാകുളം ജില്ല നോക്കുമ്പോൾ 2,06,061 പേർ ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയ കരട് വോട്ടർ പട്ടികയിലുള്ള 2,06,061 പേർ നോൺ മാപ്പിംഗ് കാറ്റഗറിയിലാണ്. ഇവർ ഹിയറിങ്ങിന് നോട്ടീസ് കൊടുത്ത് ഹിയറിങ്ങിന് ഹാജരായി ഈ രേഖകൾ കൊടുത്താൽ മാത്രമേ അവസാന പട്ടികയിൽ ഇവരുടെ പേര് കിട്ടുകയുള്ളൂ. പലരും പല സ്ഥലങ്ങളിലുള്ളവരായിരിക്കും, കേരളത്തിന് പുറത്ത് ജോലിക്ക് പോയിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളെല്ലാം ചിലപ്പോൾ അന്ന് കൊടുത്തിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ കൊടുക്കുമ്പോൾ തന്നെ BLOമാർ ഇത് വെരിഫൈ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. എഴുതിയ പേര് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും, സാങ്കേതിക പ്രശ്നമാണ്. അതുകൊണ്ട് ആദ്യം പറഞ്ഞിരുന്നത് BLOമാർ തന്നെ ഈ കരട് വോട്ടർ പട്ടികയിൽ വന്ന നോൺ മാപ്പിംഗ് കാറ്റഗറിയിൽപ്പെട്ടവരുടെ രേഖകൾ പരിശോധിച്ച് വ്യക്തത വരുത്തി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി ആ പ്രശ്നം പരിഹാരമാകും, അവസാന വോട്ടർ പട്ടികയിൽ അവരുണ്ടാകുമെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇവരെല്ലാവരും തന്നെ ഹിയറിങ്ങിന് ഹാജരാകണം. ഇപ്പോൾ കേരളത്തിൽ 19 ലക്ഷം ആളുകൾ ഈ കാറ്റഗറി, നേരത്തെ ഒഴിവാക്കപ്പെട്ടവർ വേറെ കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ല നോക്കുമ്പോൾ ചില അസാധാരണത്വം കാണുന്നത്, തൃപ്പൂണിത്തറ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ നോൺ മാപ്പിംഗ് കാണുന്നത്. നഗരങ്ങളിൽ കുറച്ച് കൂടുതലൊക്കെ കാണാമെന്നല്ല, തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ 33,023 പേരാണ് ഇലക്ട്രോഡ്സ് വിത്ത് നോ മാപ്പിംഗ്. വോട്ടർമാരിൽ നോൺ മാപ്പിംഗ് പെടാത്തവർ 33,023 പേരുണ്ട്. എറണാകുളത്ത് 26,544 പേരുണ്ട്. തൃക്കാക്കരയിൽ 24,650 പേരുണ്ട്. ഇതാണ് 20,000-ന് മുകളിൽ വരുന്ന മണ്ഡലങ്ങൾ. 10,000-ന് മുകളിൽ നോക്കുകയാണെങ്കിൽ അങ്കമാലി 12,710 പേരുണ്ട്. ആലുവ 13,959 ഉണ്ട്. കളമശ്ശേരി 13,027 ഉണ്ട്. പറവൂര് 12,993 ഉണ്ട്. കൊച്ചി 14,778 ഉണ്ട്. പിറവം 11,821 ഉണ്ട്. മൂവാറ്റുപുഴ 10,810 ഉണ്ട്. കുറവ് കോതമംഗലമാണ് 5,131. കുന്നത്നാട് 8,491. വൈപ്പിൻ 9,482. പെരുമ്പാവൂർ 8,642. ഇത്രയും 2,06,061 നാളെ മുതൽ ഹിയറിംഗ് തുടങ്ങാണ്.
ആകെ നോട്ടീസ് കൊടുത്തതായിട്ട് ഔദ്യോഗികമായി മനസ്സിലാക്കുന്നത് 4642 പേർക്ക് മാത്രമാണ് നോട്ടീസ് ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ 1,86,682 പേർക്ക് നോട്ടീസ് ജനറേറ്റ് ചെയ്തതായിട്ടുണ്ട്. പക്ഷേ അത് ഡെലിവർ ചെയ്തിട്ടില്ല. വളരെ ചെറിയ നമ്പറിന് മാത്രമാണ് ഡെലിവർ ചെയ്തിട്ടുള്ളൂ. ഇതിൽ തന്നെ 52,716 പേരുടെ വിവരങ്ങൾ BLOമാർ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ അവരും വീണ്ടും ഹിയറിങ്ങിലേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഹിയറിംഗ് 28 വരെ നീളും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇത് വലിയ ഗൗരവമേറിയ പ്രശ്നമാണ്. വോട്ടർ പട്ടികയിൽ പേര് വന്നു, സാങ്കേതികമായി മാച്ചിങ്ങിൻ്റെ സന്ദർഭത്തിൽ എഴുതിയതിലുള്ള എന്തെങ്കിലും കുറവുകളായിരിക്കും. അവരെല്ലാവരും വീണ്ടും ഈ രേഖകളൊക്കെ ആയിട്ട് ഹിയറിങ്ങിന് വരിക എന്നുള്ളത് അങ്ങേയറ്റം തെറ്റായ സംഗതിയാണ്. അപ്പം അതിൽ ഇടപെടണം എന്ന കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഓരോ സ്ഥലത്തുമുള്ള മണ്ഡലത്തിലെ ഇലക്ടറൽ ചാർജുള്ള ഓഫീസർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇത് ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. അതാണ് പൊതുവേ ഉണ്ടായിരുന്ന മാനദണ്ഡം. ഹിയറിങ്ങിന് വരണമെന്നല്ല, അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, രേഖ നോക്കി BLOയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മണ്ഡലത്തിലെ ഉദ്യോഗസ്ഥൻ, ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയാൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനു പകരം ഇത്രയും ആളുകളെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു പ്രക്രിയയായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. അത് ഗൗരവമായി കാണണം. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ഒരു സമീപനം അനുസരിച്ച് ആവശ്യങ്ങൾ ഗവൺമെൻറ് മുന്നോട്ട് വച്ചാലും രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വച്ചാലും തീരുമാനങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അതുകൂടി കണക്കിലെടുത്ത് എല്ലാവരും ഒന്നിച്ച് തന്നെ ശ്രമിച്ച് ഈ ആളുകളെല്ലാം വോട്ടർമാരാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ 2002 ഏതെങ്കിലും കാരണവശാൽ വോട്ടർ പട്ടികയിൽ ഇടം കിട്ടിയില്ല. ഇപ്പോൾ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ജോലി തേടി പുറത്തേക്ക് എങ്ങാനും ഇപ്പോൾ ബോംബെയിലോ അല്ലെങ്കിൽ പുറത്തേക്കോ പോയി. 2002 പിന്നെ അന്നത്തെ ഈ ക്ലീനിങ് പ്രക്രിയ നടന്നത്. അപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടു പോയിട്ടുണ്ടാവും. അവിടെ വോട്ടർ പട്ടിക പിന്നെ ഇലക്ഷൻ സമയത്തായിരിക്കും ചേർത്തിട്ടുണ്ടാവുക. കാരണം 2002 വേറെ ഇലക്ഷൻ ഇല്ല. 2001 ഇവിടെ വോട്ട് ചെയ്ത ഒരാൾ ഇപ്പോൾ മദ്രാസിലേക്ക് പോയി. പിന്നെ അവിടെ ഇലക്ഷൻ 2006 ഇനി അവിടെ ചേർക്കണമെങ്കിൽ ചിലർ ചേർക്കില്ല, ചിലർ ഇവിടെ ഉണ്ടല്ലോ, വോട്ടിനിവിടെ വന്നാൽ മതിയല്ലോ. പക്ഷെ 2002 ഈ പ്രക്രിയ നടന്നു. ആ പ്രക്രിയ നടന്നപ്പോൾ സ്ഥലത്തില്ലാത്ത കുറേ പേര് ഒഴിവാക്കപ്പെട്ടു പോയി. അവർ 2002 വോട്ടർ പട്ടിക നോക്കുമ്പോൾ അവരതിനകത്ത് ഇടം കിട്ടാതെ പോയി. അപ്പം അങ്ങനെ വലിയൊരു നമ്പറുണ്ട്. അപ്പോൾ അവർ ഏകദേശം നമ്മുടെ ജില്ലയിൽ തന്നെ ആ കാറ്റഗറിയിൽ പെടുന്ന വലിയൊരു നമ്പർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കും നിർബന്ധമായി വോട്ടവകാശം കിട്ടേണ്ടവരാണ്. പിന്നെ പുതിയ പ്രശ്നം, ഇപ്പോൾ 18 വയസ്സ് തികഞ്ഞവർക്ക് ഇപ്പോൾ ചേർക്കാം. നേരത്തെ നമ്മൾ 18 വയസ്സ് തികഞ്ഞെന്ന് രേഖ മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ അച്ഛൻ്റെ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെയോ വോട്ട് 2002 ഉണ്ടായിരുന്നു എന്ന രേഖയും കൂടി കൊടുക്കണം. പണ്ട് അമേരിക്കയിൽ എല്ലാവർക്കും ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞെങ്കിലും അമേരിക്കയിൽ ആദ്യം കറുത്ത വംശജർക്കും സ്ത്രീകൾക്കും ടാക്സ് അടയ്ക്കാൻ പറ്റാത്തവർക്കൊന്നും വോട്ടുണ്ടായില്ല, പൗരത്വം ഉണ്ടായിരുന്നില്ല. പിന്നീട് ആഫ്രിക്കൻ അമേരിക്കൻ വംശജർക്ക് പൗരത്വം കൊടുത്തു. അപ്പോൾ ഒരു വോട്ട് കൊടുക്കാതിരിക്കാൻ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു, ഗ്രാൻഡ് ഫാദർ ക്ലോസ്. മുത്തച്ഛൻ വോട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് പൗരത്വം അപ്പോൾ കിട്ടിയിട്ടുള്ളൂ, പിന്നെ മുത്തച്ഛന് വോട്ടുണ്ടാവും. ഇത് പിന്നീട് അമേരിക്കൻ സുപ്രീം കോടതിയാണ് ആ ഗ്രാൻഡ് ഫാദർ ക്ലോസിൻ്റെ ഭരണഘടനാ വിരുദ്ധത പറഞ്ഞിട്ട് എടുത്തു കളഞ്ഞത്. അതാണ് ഇപ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് അമേരിക്ക എടുത്തു കളഞ്ഞതാണ്. ഇപ്പോൾ ഗ്രാൻഡ് ഫാദറിന് വോട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ 18 വയസ്സ് തികഞ്ഞ ആൾക്ക്, അല്ലെങ്കിൽ ഫാദറിന് വോട്ടുണ്ട് എങ്കിൽ മാത്രമേ, ഇപ്പോൾ 2002 വോട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ വോട്ട് ചേർക്കാൻ പറ്റുള്ളൂ എന്ന ഒരു വ്യവസ്ഥയും കൂടി ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. വളരെ ഗൗരവമായ പ്രശ്നമാണ് ഇതിനകത്തുള്ളത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകത്ത് മാറ്റം വരുത്തണമെന്ന് സംസ്ഥാന തലത്തിൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമീപനം ഇങ്ങനെ ഉള്ളത് കൊണ്ട് മാധ്യമങ്ങൾ ഈ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, മാധ്യമങ്ങളും ഈ നോൺ മാപ്പിങ്ങിൻ്റെ കാര്യം നന്നായി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. ഏത് രാഷ്ട്രീയമുള്ള ആളായിക്കോട്ടെ, ജനാധിപത്യത്തിൽ അവരവരുടെ വോട്ടവകാശം ഉറപ്പുവരുത്താൻ നമ്മളെല്ലാവരും കൂട്ടായി ശ്രമിക്കണം. ഗവൺമെൻറ് ഇതിനു വേണ്ടി എല്ലാ വില്ലേജ് ഓഫീസിലും ഒരു ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കാൻ തീരുമാനിച്ചു, മന്ത്രിസഭ തീരുമാനിച്ചു, ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. കളക്ടർമാർ അവന് ചുമതലപ്പെടുത്തി.
2 ജീവനക്കാരെ വില്ലേജ് ഓഫീസിൽ ചിലപ്പോൾ വലിയ ഭാരമായിരിക്കും ഹിയറിംഗ് ഒക്കെ ആയിട്ട്, അവിടെ ആളില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ഡിപ്ലോയ് ചെയ്ത് ക്രമീകരിക്കാനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ എറണാകുളത്ത് ആ തീരുമാനം ജില്ലാ കളക്ടർ ലെവലിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വില്ലേജ് ഓഫീസിലും സർക്കാരിൻ്റെ വക ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടായിരിക്കും. ആ ഹെൽപ്പ് ഡെസ്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ SC സങ്കേതങ്ങൾ, ST സങ്കേതങ്ങൾ, ഉന്നതികൾ, ഇവിടെയെല്ലാം കുടുംബശ്രീ, ആശാ പ്രവർത്തകർ, അംഗനവാടി ടീച്ചേഴ്സ് ഇവരുടെ കൂടി സേവനം ആവശ്യമാണെങ്കിൽ ഉപയോഗപ്പെടുത്തണം എന്ന് കണ്ടിട്ടുണ്ട്. BLOമാർ എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കണം. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്, അവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അർഹമായിട്ടുള്ള വോട്ടവകാശം ഉറപ്പുവരുത്താൻ നമുക്ക് ശ്രദ്ധിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ രീതി ജനാധിപത്യത്തിൽ ഏറെ ഗൗരവമുള്ളതാണ്. ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ അത് നമ്മളിപ്പോൾ നമ്മളൊരു പഠനം നടത്തിയിട്ടില്ലല്ലോ. ഏതെല്ലാം വിഭാഗമാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയല്ല. ഇതിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ സാധാരണഗതിയിൽ ഇത്ര വരേണ്ടതല്ല. എറണാകുളത്തിൽ തൃക്കാക്കരയൊക്കെയാണെങ്കിൽ കുറച്ച് ഫ്ലാറ്റ് ആളുകൾ മാറിപ്പോകുന്നവർ, അല്ലെങ്കിൽ വന്നപ്പോൾ ആളുണ്ടായില്ല, കൊടുത്തപ്പോൾ മാറിപ്പോയി. കാരണം പലരുടെയും 2002 ഇവിടെ ആകണമെന്നില്ല, പല സ്ഥലത്തും വന്ന് താമസിക്കുന്നവരായിരിക്കും. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ തൃപ്പൂണിത്തുറയാണ്. അപ്പോൾ അതെല്ലാം ഒരു സംശയകരമായ പലതും ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ എല്ലാവരും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഈ ആളുകളെല്ലാം വോട്ടർമാരാക്കി മാറ്റുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. 28 വരെ ഹിയറിംഗ് ഉണ്ടാവും. നാളെ തുടങ്ങാണ്. അത് BLOമാരുടെ കയ്യിൽ ലിസ്റ്റുള്ളൂ. അതും ഒരു പ്രശ്നമാണ്. കാരണം ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തിട്ടുണ്ട് വോട്ടർ പട്ടികയ്ക്കൊപ്പം. പക്ഷെ നോൺ മാപ്പിംഗ് കൊടുത്തിട്ടില്ല. നോൺ മാപ്പിംഗ് ഇപ്പോൾ ഉള്ളത് BLOമാരുടെ കയ്യിലാണ്. ഇപ്പോൾ ഇന്നലെ മറ്റോ മണ്ഡലാടിസ്ഥാനത്തിൽ അവർ ക്രോഡീകരിച്ചിട്ടുണ്ട്. പക്ഷെ BLOമാരുടെ കയ്യിലാണ് ഇതുള്ളത്. അപ്പോൾ BLOമാർ തന്നെ അതാത് സ്ഥലത്തുള്ള ആളുകൾ, മാറി താമസിച്ച് വന്നവരോ ഇത്തരം സംശയങ്ങളുള്ള ആളുകളോ എല്ലാവരും അവർ BLOമാരുമായിട്ട് ബന്ധപ്പെടണം. BLOമാർ നോട്ടീസ് കൊടുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഡെലിവർ ചെയ്ത നോട്ടീസ് ഏകദേശം 4652 ഉള്ളൂ. 2,06,061 നോൺ മാപ്പിംഗ് ആണ്. എന്നാൽ കമ്പ്യൂട്ടറിൽ 1,86,682 പേര് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ജനറേറ്റ് ചെയ്യാൻ തന്നെ ഏകദേശം 20,000 ബാക്കിയുണ്ട്. കമ്പ്യൂട്ടർ ജനറേഷൻ തന്നെ ജനറേറ്റ് ചെയ്യുന്നതിൽ 5,000 താഴെ മാത്രമേ, 4,642 മാത്രമേ ഇതുവരെ വിതരണം ചെയ്തതായിട്ടാണ് ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ കണക്കെന്നുള്ളത്. നമ്മൾ സുപ്രീം കോടതി പോയതാണല്ലോ. സുപ്രീം കോടതി പോയപ്പോൾ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബാക്കി കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയാണല്ലോ ചെയ്തത്. ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ ഒരു പ്രത്യേക നിലപാടാണ് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ BLOമാർ വെരിഫൈ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കൊടുത്താൽ മതി. ഇപ്പോൾ ആളുകൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. കാരണം ബാക്കിയെല്ലാം ക്ലിയർ ആണല്ലോ. ഈ സാങ്കേതികമായ ചില പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരാളിപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ രാജീവ് വാസുദേവൻ, അതിലിപ്പോൾ 2002 നോക്കുമ്പോൾ അപ്പോൾ അച്ഛൻ ഇന്ന് മരണപ്പെട്ടു, ഇന്നില്ല. അപ്പോൾ ഞാൻ വേണമെങ്കിൽ പേര് മാറി വോട്ടർ പട്ടികയിൽ വേറൊരാളുടെ പേര് എഴുതാം. പക്ഷെ എൻ്റെ അമ്മത്തെ വോട്ടർ പട്ടികയിൽ അതേപോലെ അല്ല കിടക്കുന്നെങ്കിൽ മാച്ച് ചെയ്യില്ല. അപ്പോൾ നമ്മൾ വോട്ടർ പട്ടികയിൽ കൊടുത്തോണ്ട് പേര് വരും, പക്ഷെ ഇതിനകത്ത് ഉൾപ്പെടാതെ പോകും. ഇതാണ് ഒരു പ്രശ്നം. ചെറിയ സാങ്കേതിക പ്രശ്നം വെച്ച് വോട്ടവകാശം പോകാന്ന് പറഞ്ഞാൽ ഇത് ഭാവിയിൽ എന്തിനൊക്കെ ഉപയോഗിക്കും. കാരണം ഇത് വെച്ചിട്ട് നിങ്ങൾ 2026 മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ എന്ന് NS മാധവൻ്റെ അതിനകത്ത് ചോദിക്കുന്ന പോലെ ചോദ്യം വന്നാൽ അതിന് മുമ്പ് നിങ്ങളുടെ വോട്ടില്ലല്ലോ എന്ന രീതിയിലേക്ക് എത്തില്ലേ പുതുതായിട്ട് ചേരുന്ന ആളുകൾ ഈ രേഖകൾ പ്രകാരം അവർ പുതുതായി വോട്ടറായി ചേരാണ്. 2026 18 വയസ്സ് പൂർത്തീകരിച്ച് പുതുതായി വോട്ടറായി ചേരുന്ന ഒരാളെ പോലെ തന്നെയാണ് ഫോറം 6 വഴി പുതുതായി ഇതിന്ന് ഒഴിവാക്കപ്പെട്ടവരോ ഈ രൂപത്തിലുള്ളവർ വരുന്നത്. അതെല്ലാം ഗൗരവമായ ചില പ്രശ്നങ്ങൾ ഭാവിയിൽ ഉയർത്താവുന്നതാണ്. അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിക്കുന്ന യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ഇന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ കുറച്ച് പറഞ്ഞു ഞങ്ങൾ പറയുന്ന കാര്യമൊന്നും നടപ്പിലാക്കുന്നില്ലെങ്കിൽ പിന്നെ യോഗം വിളിക്കേണ്ട ആവശ്യം എന്താണെന്ന് പോലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഭിപ്രായപ്പെടുകയുണ്ടായി.
പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ഇവർ കാര്യങ്ങൾ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗൗരവമായ പ്രശ്നമായി ഗവൺമെന്റ് വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയും ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ കേന്ദ്ര മാനദണ്ഡം അനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജാഗരൂകരായി മറ്റു കാര്യങ്ങളെല്ലാം ശ്രമിക്കാം, ഗവൺമെൻറ് ശ്രമിക്കുന്നു, നിയമപരമായ സാധ്യതകളൊക്കെ നോക്കാമെങ്കിൽ പോലും ജാഗരൂകരായിട്ട് എല്ലാവരും ഏത് നിലപാട് രാഷ്ട്രീയമുള്ള ആളുകളാണെങ്കിലും വോട്ടവകാശം നമുക്ക് ഉറപ്പുവരുത്താനായി ശ്രദ്ധിക്കണം. അതിൽ മാധ്യമങ്ങൾ കുറച്ച് നല്ല രീതിയിൽ ഇക്കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുക.